عايشة 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 emergency exits are منطقة اجتماعية تحت مخرج طوارئ بعد مخرج منطقة إنقاذ emergency exits في الدرجة 8 مخرج طوارئ two exits are in the front مخرجان في المقدمة two exits are in the rear مخرجان في الخلف in the event evacuation is important to reveal luggage follow the floor path معكم should not use the emergency exits في حالة الإثارة من منطقة الأمتعة وعلامة الصراط should تكون مخرج طوارئ please take out the ഐഷുവിൻ്റെ ഫിസിക്കൽ എമിറേറ്റ്സ് ഐ ഡി മിസ്സായത് കാരണം നമുക്ക് ഇന്നലെ കിർഗിസ്ഥാനിലോട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ ബോർഡിംഗ് പാസ് തന്ന സ്ഥലത്തു നിന്ന് അവർ തിരിച്ച് വാങ്ങിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ നേരെ ദുബായിലോട്ട് പോയി. അതിൻ്റെ സ്റ്റോറി വേറെ ഉണ്ടത് പിന്നീട് പറയാം. ദുബായിൽ പോയിട്ട് നമ്മൾ എമിറേറ്റ്സ് ഐ ഡി ഫിസിക്കലായിട്ടുള്ള എമിറേറ്റ്സ് ഐ ഡി നമുക്ക് ഇന്നലെ തന്നെ കിട്ടി അവിടെ നിന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂ, ഇന്ന് തന്നെ അത് ട്രാവൽ ചെയ്യാൻ പറ്റി. സോ വി ആർ ട്രാവലിംഗ് നൗ. So we reach. ഹലോ, നമ്മൾ വിസ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം 1 hour മോളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതേ കണ്ടോ അവിടെ ഫുള്ള് ക്യൂ ആണ്. സനാസ്പ്രോ അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ക്യൂ. അപ്പോൾ ആൾ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഈ വിസ എടുത്തിട്ട് തന്നെ വരിക, ഇല്ലെങ്കിൽ ഇതുപോലെ നിൽക്കേണ്ടി വരും. നമ്മൾ 1 hour നിൽക്കുന്നത്. ഇപ്പോൾ ഓരോ ഫാമിലിയിലും 5 പേര് 6 പേരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ടൈമാവും എങ്ങനെയല്ല. അപ്പോൾ പറ്റുന്ന ആളുകൾ ഈ വിസ എടുത്തിട്ട് വരിക. ഹലോ, കാലെങ്ങനെയുണ്ട് നിന്നിട്ട്? ഓക്കെ അല്ലേ? അല്ല, ഇനി ഇങ്ങനെ വരുമോ? അല്ല, ഈ വിസ എടുത്തിട്ട് വരുമോ? ഈ വിസ എടുത്തിട്ട് വരാൻ പാടുള്ളൂ. വേറെ ഫ്ലൈറ്റൊക്കെ വന്ന് 2 ഫ്ലൈറ്റ് വേറെ വന്ന ആളുകൾ വരുന്നുണ്ട്. നമ്മൾ മാൻസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. നമ്മളിവിടെ വന്നിട്ട് സിം എന്തായാലും എല്ലാവർക്കും ആവശ്യമാണ്. സിം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഈ ഒരു സിമ്മാണ് മേഘ എന്ന് പറഞ്ഞത്, മേഘ. അപ്പോൾ വന്നിട്ട് ഇവിടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് $3 $245 കിർഗിസ്ഥാനി സോമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ സിം എടുത്തിട്ട് പോകാനാണ് ബെറ്റർ. അങ്ങനെ നമ്മൾ ഇപ്പോഴാണ് പുറത്തിറങ്ങിയത്. ഒരു അറൗണ്ട് 2 hour എയർപോർട്ടിൽ പോയി. കാരണം ഒരേ ഒരു സ്റ്റാഫ് എന്താ പറയുക, അത്രയും ലേറ്റായി. നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന ആൾ 2 hours മേലെ ആളും വെയിറ്റ് ചെയ്തു. അപ്പോൾ ആളിങ്ങനെ ലഗേജിൽ ലോഡ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഇവിടെ ഉള്ളിലൊന്നും നമുക്ക് തണുപ്പില്ലെന്ന് വെച്ചിട്ടാ, പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പാണ്. പിള്ളേരൊക്കെ വിശന്നിട്ട് കരച്ചിൽ തുടങ്ങി. അയച്ചു ഇത് എവിടെ കണ്ടോ, അവിടെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട. Guys, you are welcome. Yeah, thank you. So this is our Spalber. Spalber. Spalber, what is this? Yeah, it's like one guide. Guide, so yeah. famous guide. Yeah, Spalber, like all the vlogs you can see. Hidden service Spalber. When is last snowfall here? Last snowfall when is happened? I don't know. Snowfall. Snow. Yeah, last snowy. day. Yeah, last weekday it was snowy. But This week any chance? this week I hope, but I'm not sure. Yeah. I'm not sure. So where Maybe we can you can watch in mountains in the Supara? Sunkursake. Maybe. Yeah, okay. So when we are going there tomorrow, or tomorrow we are going to Tomorrow in Sunkursak in Supara. Spara, yeah. Around the Supara there is the free zip line, horsing. Activities, huh? Food? Yeah, activities. Yeah, okay. There is activities. അങ്ങനെ അവസാനം നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. എല്ലാവരും
ഉറങ്ങി എണീച്ചിട്ട് എല്ലാവരും വീതം സനാസകത ക്ഷീണിതനാണ്, ഭക്ഷണം കഴിക്കാൻ തലവേദന വന്നു. ഇതേ ഒരാൾ വേറെ. അപ്പോൾ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല ഉസ്ത. Oh my god. ഉസ്താ കണ്ടിട്ട് നമ്മളെ നാട്ടിൽ ഉസ്താദ് ഹോട്ടലിൻ്റെ സെയിം അതേ സംഭവം. Salam. Извините, во сколько персон будет? На английском. На английском кошель. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇപ്പോഴൊന്ന് എനർജി വന്ന ഫുഡൊക്കെ കഴിച്ചതാ ഇവിടെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നേരെ ഫിജു നേരെ അങ്ങോട്ട് പോകുന്നു. നമ്മൾ നേരെ ഇനി നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചു തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. നമ്മളെ ഗൈഡ് കൂടെ ഉണ്ട് ഹസൻ. അപ്പോൾ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആളെ നമ്പർ കൊടുക്കും. നിങ്ങൾ ആളെ കോൺടാക്ട് ചെയ്താൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഹസൻ, I don't understand. I don't understand anything. so you can What do you talk? Yeah, I tell that you can contact, everyone can contact you. So I will mention your number. Okay. So there will be contact. Okay. Yeah? Jazakallah. Jazakallah khairan. Yeah. So നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ച് ഇറങ്ങി നമ്മൾ നേരെ കാറിലോട്ട്. ഇവിടെ എല്ലാവരും ഇത് എനർജിയിൽ വരുന്നുണ്ട്. നേരത്തെ പോകുമ്പം കണ്ടില്ലേ ഫേസ്. ഹലോ എടാ വണ്ടി വരുന്നത് നോക്കണം. ഇവിടുത്തെ 200 സോങ്. How much it is? 200 സോങ്. അതെ അടുത്ത ആളുണ്ട. ഒരാൾക്ക് കൊടുത്തപ്പോൾ അടുത്ത ആൾ കരയുന്നു. ഐശു കരയൂ. ആ ഹാ ഹാ. Give me give me one more. Keep that with me. One more. Aber Straw? ഹലോ ഐശ എടാ അങ്ങോട്ട് പോകുന്നു. ദേ പോണു ഐശ. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ട് ഇട്ടില്ല. നല്ല തണുപ്പിട്ട് വിറയ്ക്കുന്നു. ഇവരൊക്കെ ജാക്കറ്റ് ഇട്ടുണ്ട്. സഫ പിന്നെ ജാക്കറ്റ് എല്ലാവരും ജാക്കറ്റ് നോക്കി നടക്കുമോ കുട്ടികളെ. വൈദ്യുതി വീഴും. ഫെജു പറഞ്ഞ പോലെ ഇതാ ഇത് വേറൊരു ഗൈഡ് പുള്ളിക്കാരനപ്പുറം പോയാലും സനാസിപ്പോ. എങ്ങനെയുണ്ട്? നമുക്ക് ജോർജ് ഈ തണുപ്പ് തോന്നിയില്ലല്ലോ. നമ്മളവിടെ ലൈറ്റ് കാണുന്നതാണ് അലാറ്റ് സ്ക്വയർ. നമ്മൾ ഫസ്റ്റ് റൂമിൽ പോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല തണുപ്പിനിടുന്ന എന്തെങ്കിലും എടുത്തിടണം. നല്ല ജാക്കറ്റ് കാര്യങ്ങൾ ഇട്ടിട്ട് വേണം വരാൻ. ഇതൊക്കെയാണ്. പക്ഷെ ഞാൻ പാൻറ്റ് ജീനായിട്ടത് ഫുള്ള് ഇതാ ഓട്ടായിട്ടുള്ള സാധനം. ഫുള്ള് ഏല കൂടെ കാറ്റ് പോകുന്നുണ്ട്. AC ആണ്. AC ഫിറ്റ് ചെയ്ത പാൻറ്റ്. വണ്ടികളൊക്കെ ഞാൻ നോക്കിയായിരുന്നേ. നോക്കവിടെ അവിടെ കണ്ടു ഒരു ഫാൻസി നമ്പർ കേട്ടോ 008. ഓക്കെ ഇനി പിന്നെ വേറെ നമ്പർ നോക്കാം. നോക്കിയാൽ 365. അതിൻ്റെ നോക്കിയാൽ 479. അത് 922. അപ്പോൾ അധികം വണ്ടികൾ നോക്കി. ഇവിടെ നോക്കിയാൽ 329. അവിടെ 528. അധിക വണ്ടികൾ നോക്കി കഴിഞ്ഞാൽ 3 ഡിജിറ്റ് മൊത്തം എന്ന് പറയാൻ പറ്റില്ല. 4 ഡിജിറ്റ് ഉള്ളത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ 3 ഡിജിറ്റാണ്. ഇത് അടിപൊളി ഒരു ഫാൻസി നമ്പർ. അപ്പം നമ്മൾ ഏകദേശം നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ് റമദയിൽ. യെസ് അവസാനം നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്.
നമ്മളിതവിടെ അൺലോഡ് ചെയ്യുന്നു. ഏകദേശം അൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി പോയിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് booking.com വഴിയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആളെ വിട്ടേക്കാം. ആളെ വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം. പക്ഷെ ഇവിടെ തന്നെ ആയിരിക്കില്ലേ, വേറെ നമുക്കില്ലാന്ന് വിചാരിക്കുന്നു അല്ലേ ഇതിനകത്ത്. നോക്കാം. No pushing. No pushing. Right now she need to wait here, right? No. No, because you have to let her it secure. She need like practice. 903, 803. 84, 94. It doesn't matter, it's the same room. Okay. Zero high vara. This side. Zero ഇതെന്താ ഇത്? This side building and this side building. Just there. In our ബലൂൺ എന്താക്കിയതാ? എവിടുന്ന് വാങ്ങിയതാ? just this building and this way. That's it. നമ്മൾ ചെക്ക് ഇൻ കഴിഞ്ഞു. ജസ്റ്റ് റൂമിലോട്ട് പോകുന്നു. 803 ആണ് നമ്മുടെ റൂം വരുന്നത്. 803. യെസ്, ഇതാണ് നമ്മുടെ റൂം. ഇങ്ങോട്ടാണല്ലോ. ഔട്ട്സൈഡ്. റൂം അടിപൊളിയല്ലേ ബിജു? ഓക്കെ, ഔട്ട്സൈഡ് എന്താ വ്യൂ നോക്കാം. അടുത്ത ബിൽഡിംഗ് കാണാം. കുറച്ച് അങ്ങോട്ട് നോക്കിയാൽ വേറെ ബിൽഡിംഗ് കാണാം. അപ്പോൾ നമ്മളെ ലഗേജൊക്കെ കൊണ്ട് ആളിവിടെ വന്നിട്ടുണ്ട്. ലഗേജൊക്കെ എത്തിയിട്ടുണ്ട്. സോ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങണം. പക്ഷേ നമുക്ക് ഫ്രഷ് ആവാം പെട്ടെന്ന്. എന്നിട്ട് എന്തായിരുന്നു അലാറ്റ് സ്ക്വയർ അല്ലേ? അലാറ്റ് സ്ക്വയറിൽ പോകണം. അവിടെ അടിപൊളിയുണ്ട് വൈബ്. നമ്മൾ വരുന്ന ഭക്ഷണം കഴിക്കാൻ പോയത് അതിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അലാറ്റ് സ്ക്വയറിലേക്ക് പോവാം. ഇപ്പോൾ സമയം എത്ര ബിജു? ഇപ്പം 10:20 രാത്രി 10:20. അപ്പം നമ്മൾ നൈറ്റിൽ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചു. ഇവിടെ അടുത്താണ് അലാറ്റ് സ്ക്വയർ. ഇവിടെ ശരിക്കും നമ്മൾ ഭയങ്കര വരുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോയി. ഇവിടുത്തെ ഒരു നൈറ്റ് വൈബ് കണ്ടിട്ട്. കാരണം നമ്മൾ വേറെ എവിടെയും പോയിട്ട് അത്ര ഒരു വൈബ് കിട്ടിയില്ല. ചിലപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആയിട്ടായിരിക്കും. പക്ഷേ അടിപൊളി. അപ്പം നമ്മൾ വിചാരിച്ചത് എന്തായാലും രാത്രി അലാറ്റ് സ്ക്വയറിൽ ശരിക്കും ഇപ്പം ക്രിസ്മസിൻ്റെ ഒരു ഡെക്കറേഷന് അതേപോലെ ന്യൂ ഇയർ വരുന്നത്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞ് വരണ്ട, നമ്മൾ നടന്നു പോയിക്കോളാം, അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോയിക്കോളാം. കാരണം നടന്നാലല്ലേ അവിടുത്തെ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ നടന്നു പോയി. പിള്ളേർ എത്തിക്കില്ല, ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മൾ ലോബിയിലുണ്ട്. അങ്ങനെ നീണ്ട ഇടവേളൊക്കെ കാത്തിരിപ്പിന് ശേഷം ദേ വരുന്നു. ഇതാരാ വരുന്നേ? ഹലോ, വാവ് സൂപ്പർ. ഇതാരാണ്? പച്ച രണ്ട് പച്ചകൾ. ഇതൊന്ന് വേറെ ഞാൻ കേട്ടി കുടുങ്ങി. അപ്പോൾ നമ്മൾ കിർഗിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സ് ഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സി വന്നു. നമ്മളിപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റിൽ എത്തും. നമ്മുടെ അടുത്ത് ഏകദേശം എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്.
നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 182 സോമാണ്. അതായത് ഏതുകൊണ്ട് ആദ്യത്തൊരു 152 ദിർഹംസ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 152 റുപ്പീസ് അങ്ങനെയൊക്കെ വരുന്നത്. നമുക്ക് ഫണ്ടൊക്കെ കൊടുത്തതാ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഐഷമ്മ ഹലോ ഹലോ. എല്ലാവരും ഇവിടെ വെടിക്കെട്ടുണ്ട്, അത് കാണാൻ. നമ്മളിത് ചെറിയ വെടിക്കെട്ട്, നമ്മൾ റാസൽ കമയിലേക്കുള്ള വെടിക്കെട്ടാണ് മോനെ, വെടിക്കെട്ട്. കം ഹിയർ. ക്രിസ്മസ് വൈബ്, ക്രിസ്മസ് ന്യൂ ഇയർ വൈബ്. നമ്മളിപ്പോൾ കാണുന്ന അലാറ്റു സ്ക്വയറിലെ ക്രിസ്മസ് വൈബാണ്, ന്യൂ ഇയർ സെറ്റിംഗ്. നല്ല ക്രൗഡായിട്ടുണ്ട്. പക്ഷെ അടിപൊളിട്ടോ, എന്താണ് നല്ല വൈബ്. ഇതെന്താ സംഭവം എന്നറിയില്ല, അതൊന്നും സംഭവം. പക്ഷെ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. തരാം. ഇത് കുഞ്ഞുങ്ങൾ പൊട്ടിരിക്കുന്നതാണ്. അയ്യോ ഇറങ്ങി പോയി. ഇതേമാണ് കണ്ടില്ലല്ലോ. നോക്കൂ. Smile. Smile. Merry Christmas. Yes. Yeah. അങ്ങനെ നമ്മൾ അലാറ്റു സ്ക്വയറിലൊന്ന് കറങ്ങി തിരിച്ച് നമ്മളിനി ടാക്സി ബുക്ക് ചെയ്തിട്ട് തിരിച്ചും നമ്മൾ റൂമിലോട്ട് പോകണം. എന്തെങ്കിലും സ്ട്രീറ്റ് ഫുഡ് വല്ലതുണ്ടോ നോക്കൂ, കഴിക്കാം അല്ലേ ദാസേ? ഇതെന്താ ഡംപ്ലിങ്ങാ? അയ്യോ മൊമ്മൂസ് വേണം. അതൊന്നും സാധനം എനിക്ക് മനസ്സിലായില്ല. What's this? Skolka. Cheese? What's inside? രാത്രിയിൽ തെരുവിലൂടെ ഒരു നടത്തം.
ആ കാണുന്നതാണ് മ്യൂസിയം. സ്നോയെല്ലാം വീണിട്ട് ഉരുകി തീർന്നു. നട്ടപാതിർക്ക് സ്നോയിൽ കളിക്കുന്ന ചെറുമ. ഹലോ ഹലോ ഓഞ്ഞോ. അങ്ങനെ നമ്മൾ സിറ്റിയൊക്കെ കറങ്ങി കണ്ട് തിരിച്ചെത്തി. ഇപ്പോൾ സമയം എത്രയായി? 12 മണി കഴിഞ്ഞല്ലേ. എല്ലാവരും ടയർഡായിട്ടുണ്ട്. ഇനി നേരെ റൂമിൽ പോയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കേട്ടെന്ന് പറഞ്ഞാൽ ബൈ. Good night. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ഡേ നമ്മളിവിടെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് കഴിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡേയിലോട്ട് പോകണം. അപ്പം ഓപ്പൺ ദ ഡോർ. ഡോറൊക്കെ പുറത്തേക്ക് തുറക്കാം. വൈറ്റ്